ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ, പൂർണ്ണ ഹൃദയത്തോടെ നിൻ്റെ മുൻപാകെ നടക്കുന്ന നിൻ്റെ ദാസന്മാർക്കായി നിയമവും ദയയും പാലിക്കുന്ന അങ്ങേപ്പോലെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യാതൊരു ദൈവവുമില്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെ നടന്നാൽ, പരമാർത്ഥതയോടെ നിങ്ങൾ ദൈവത്തെ സേവിച്ചാൽ, ദൈവം നിങ്ങൾക്ക് വേണ്ടി നിയമവും ദയയും പാലിക്കും. ദൈവത്തോടു കൂടെ നടന്ന, നിഷ്കളങ്കതയോടെ നടന്ന നോഹയോട് ദൈവം പറഞ്ഞു, നോഹ, എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്. ദൈവത്തിൻ്റെ മുൻപാകെ വിശ്വാസത്തോടെ പരമാർത്ഥതയോടെ നടന്ന അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ, എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ മുൻപാകെ നടന്നാൽ ദൈവം നിങ്ങളോടൊരു നിയമം ചെയ്യും. അത് തലമുറ തലമുറയായി നിലനിൽക്കുന്ന നിയമമായിരിക്കും. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും ദൈവത്തിൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. ദൈവത്തിൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ല. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ മുൻപാകെ നടക്കുക. ദൈവത്തിൻ്റെ പെട്ടകത്തോട് ചേർന്ന് കിടന്ന വിശ്വസ്ത പ്രവാചകനായ ശമൂവേൽ ഇസ്രായേൽ ജനത്തിനെതിരെ ഫിലിസ്തീയ സൈന്യം യുദ്ധത്തിന് അണിനിരന്നപ്പോൾ പ്രവാചകൻ, പുരോഹിതൻ, ന്യായാധിപൻ എന്നീ നിലകളിൽ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെട്ട മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യുവിൻ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കലേക്ക് തിരിയുവൻ. പ്രിയപ്പെട്ടവരെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവമുമ്പാകെ നടക്കുന്നവർക്ക് വേണ്ടി നിയമവും ദൈവം പാലിക്കുന്ന നമ്മുടെ ദൈവത്തെ പോലൊരു ദൈവമില്ല. പൂർണ്ണ ഹൃദയത്തോടെ നടക്കണം. അശുദ്ധമായത് തുടരുത്. പാപ വഴികളെ വിട്ട് വേർപെടണം. അങ്ങനെ നടന്നാൽ ദൈവം നിങ്ങളുടെ നടുവിൽ വസിക്കും. ദൈവം നിങ്ങളുടെ കൂടെ നടക്കും. പ്രിയപ്പെട്ടവർ, ഇത് ദൈവത്തിൻ്റെ വാക്കാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ എന്ന പദവിയിലേക്ക്, ദൈവം പിതാവും നിങ്ങൾ മക്കളും എന്നൊരു നിലയിൽ ദൈവം നിങ്ങളെ മാനിക്കും. നിങ്ങളുടെ സ്ഥിതികൾക്കൊക്കെ ദൈവം മാറ്റം കൽപ്പിക്കാൻ പോകുന്നു. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയുവൻ. അപ്പൻ്റെ ഭവനം വിട്ടുപോയ ഇളയ മകൻ അപ്പൻ നൽകിയ തൻ്റെ അവകാശങ്ങളെ മുഴുവൻ നാനാവിധമാക്കി കളഞ്ഞ് വലിയ കഷ്ടനഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ ജീവിതത്തിലെ വരൾച്ചയുടെ നടുവിൽ അപ്പനെക്കുറിച്ച് താൻ ഓർത്തു. ഞാൻ എൻ്റെ അപ്പനോട് പറയും, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. സുബോധത്തോടെ ആ മകൻ ഭവനത്തിലേക്ക് മടങ്ങുകയാണ്. മാനസാന്തരപ്പെട്ടിരിക്കുന്നു. ദൈവത്തിങ്കലേക്ക് തിരിയുകയാണ്. ഭവനത്തിലേക്ക് തിരിയുകയാണ്. പൂർണ്ണ ഹൃദയത്തോടെ തിരിയുകയാണ്. അങ്ങനെ മടങ്ങി വരുന്ന മകനെ കണ്ട് അപ്പൻ ഓടി വരികയാണ്. അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ്. എൻ്റെ മകൻ വന്നിരിക്കുന്നു. അപ്പൻ അവന് വേണ്ടി കരുതി വെച്ച വസ്ത്രവും മകന് വേണ്ടിയുള്ള എല്ലാ കരുതലുകളും അപ്പൻ വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സേവിച്ചാൽ, നിഷ്കളങ്കതയോടെ ദൈവഭാഗം നടന്നാൽ, ദൈവത്തിന് നിങ്ങളോടൊരു നിയമമുണ്ട്. അത് നിങ്ങളിൽ ആരംഭിച്ച് തലമുറകളിൽ തുടരുന്ന നിയമമാണ്. നിങ്ങളിൽ ചില ആരംഭങ്ങൾ കുറിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. തലമുറകളിൽ തുടരുന്ന ദൈവിക പദ്ധതി.
നിങ്ങളിൽ ദൈവം ആരംഭിക്കാൻ പോകുന്നു. പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ ദൈവ മുൻപാകെ നടക്കുക. ദൈവത്തിന് നിന്നോട് നിയമമുണ്ട്, ദൈവത്തിന് നിന്നോട് ദയയുണ്ട്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.